ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ഫോട്ടോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രമാണിത്. ഇന്നത്തെ തിയററ്റിക്കൽ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിൻ്റെ സിംഹഭാഗവും ഈ ചിത്രത്തിലുള്ളവരുടെ കണ്ടെത്തലുകളുടെ ഫലമാണ്. ഇന്ന് ഈ ചിത്രവും ഇതിനു പിന്നിലെ ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ചിത്രം? ഇത് ഇന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ഫിസിക്സ് സോൾവേ കോൺഫറൻസിൽ പങ്കെടുത്തവരുടെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞരുടെ ഒരു ഫോറം ഉണ്ടാക്കുകയും തിയററ്റിക്കൽ ഫിസിക്സിലെ നൂതന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും അതിലൂടെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ബെൽജിയൻ വ്യവസായി ഏണസ്റ്റ് സോൾവേ മുൻകൈയെടുത്ത് 1911 തുടങ്ങിയതാണ് സോൾവേ കോൺഫറൻസ്. ഈ ഫോട്ടോ 1927 ഒക്ടോബർ 24 മുതൽ 29 വരെ ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന 5ാമത് സോൾവേ കോൺഫറൻസിൽ എടുത്തതാണ്. എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇത്ര പ്രശസ്തമായത്? ഈ ചിത്രം പ്രശസ്തമാവാൻ കാരണം ഈ കോൺഫറൻസ് വളരെ പ്രശസ്തമായി എന്നതാണ്. 20ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തരായ ക്വാണ്ടം ഫിസിക്സിലെയും തിയററ്റിക്കൽ ഫിസിക്സിലെയും 29 ശാസ്ത്രജ്ഞർ പങ്കെടുത്തു എന്നത് തന്നെയാണ് ഈ കോൺഫറൻസിൻ്റെ പെരുമ. ആൽബർട്ട് ഐൻസ്റ്റീനും നീൽസ് ബോറും തമ്മിലുണ്ടായ ശാസ്ത്ര സംവാദങ്ങളാണ് ഈ കോൺഫറൻസ് പ്രശസ്തമാവാൻ മറ്റൊരു കാരണം. വലിയ വസ്തുക്കൾ അടങ്ങിയ സിസ്റ്റങ്ങളുടെ പ്രവൃത്തികൾ വിശദീകരിക്കുന്ന ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഡിറ്റർമിനിസ്റ്റിക് നേച്ചറിനെ സപ്പോർട്ട് ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റീനും ചെറിയ വസ്തുക്കളായ സബാറ്റോമിക് കണങ്ങളുടെ ഫിസിക്സ് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബബിലിസ്റ്റിക് നേച്ചറിനെ സപ്പോർട്ട് ചെയ്ത നീൽസ് ബോറും തമ്മിൽ വലിയ ശാസ്ത്ര സംവാദങ്ങളാണ് അന്ന് നടന്നത്. ഇലക്ട്രോണുകളും ഫോട്ടോണുകളും എന്നതായിരുന്നു കോൺഫറൻസ് ഫോക്കസ് ചെയ്ത മേഖല. ആരൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്? ഓരോരുത്തരെയായി നമുക്ക് നോക്കാം. അവരെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണവും നൽകാൻ ശ്രമിക്കാം. അഗസ്തേ പിക്കാർഡ് ബലൂണിൽ പറന്നുയർന്ന് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പഠനങ്ങൾ നടത്തിയ സ്വിസ് ഭൗതിക ശാസ്ത്രജ്ഞനും ഇൻവെൻറ്ററും എക്സ്പ്ലോററും ഒക്കെയാണ് പിക്കാർഡ്. ആഴക്കടലിൻ്റെ അടിത്തട്ടിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ആദ്യ ബാറ്റിസ്കഫെ ഉണ്ടാക്കിയതും പിക്കാർഡാണ്. ബെൽജിയൻ കാർട്ടൂണിസ്റ്റ് ഹെർജിയുടെ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻടിനിലെ പ്രൊഫസർ കാൽക്കുലസ് ഇൻസ്പയർഡ് ആയിരിക്കുന്നത് അഗസ്തേ പിക്കാർഡിനെയാണ് എന്നതൊരു രസകരമായ വസ്തുതയാണ്. എമിൽ ഹെൻറിയോട്ട് ക്രിസ്റ്റലുകളുടെ ഘടന പഠിക്കുവാൻ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ച ആദ്യ രസതന്ത്രജ്ഞരിൽ ഒരാളാണ് ഫ്രഞ്ചുകാരനായ ഹെൻറിയോട്ട്. മാഡം ക്യൂറിയുടെ ഗവേഷക വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പോൾ എറൻഫസ്റ്റ് ചില പ്രത്യേക നിബന്ധനകളോടെ കാണുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും ചില നിയമങ്ങൾ ഒരുപോലെ പാലിക്കുന്നു എന്ന് തെളിയിച്ച ഓസ്ട്രിയൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിലെ മഹാനായ ബോൾസ്മാന്റെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു എറൻഫസ്റ്റ്. എഡേഡ് ഹെഴ്സൺ ഫിസിക്സിലും സോഷ്യോളജിയിലും ഒരുമിച്ച് ഇന്റർ ഡിസിപ്ലിനറി പ്രൊജക്ടുകൾ ചെയ്തിരുന്ന പ്രാക്ടിക്കൽ സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് കൊമേഴ്ഷ്യൽ സ്റ്റഡീസ് എന്ന ബെൽജിയൻ കോളേജിലെ പ്രൊഫസറായിരുന്നു. സോൾവേ ഫാമിലി റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ കോൺഫറൻസിൽ പങ്കെടുത്തത്. തിയോഫൈൽ ഡിഡോണ്ടർ ഒരു രാസപ്രവർത്തനത്തിന്റെ സ്വാഭാവികതയുമായി ബന്ധപ്പെട്ട കെമിക്കൽ അഫിനിറ്റി അഥവാ രാസഘടനാ സാദൃശ്യവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്തിരുന്ന ബെൽജിയൻ രാസഭൗതിക ഗണിത ശാസ്ത്രജ്ഞൻ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അസോസിയേറ്റ് ആയിരുന്ന ഡിഡോണ്ടറിന്റെ അക്കാദമിക് ഉപദേശകൻ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ഹെൻറി പോയിൻകെയർ ആയിരുന്നു. ഇതിൽ പിക്കാർഡ്, ഹെൻറിയോട്ട്, ഡിഡോണ്ടർ 3 പേരും ബ്രസൽസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായിരുന്നു അന്ന്. ഇർവിൻ ഷ്രോഡിഞ്ചർ ഒരു സിസ്റ്റത്തിന്റെ തരംഗ പ്രവർത്തനവും അത് കാലക്രമേണ എങ്ങനെ ചലിക്കുന്നുവെന്നും കണക്കാക്കാൻ സഹായിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിലെ സമവാക്യമായ ഷ്രോഡിഞ്ചർ സമവാക്യം പോസ്റ്റുലേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. 1933 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം നേടിയ ഐറിഷ് ഫിസിസിസ്റ്റാണ് ഷ്രോഡിഞ്ചർ. ജൂൾസ് എമിൽ വെർഷഫെൽഡ് ഗ്യാസ് ഡിസ്ചാർജ് പ്രതിഭാസങ്ങളെക്കുറിച്ചും സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചും തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടികളെക്കുറിച്ചും പഠിച്ചിരുന്ന ബെൽജിയൻ ഫിസിസിസ്റ്റ്. വെർഷഫെൽഡ് ആയിരുന്നു പ്രോഗ്രാമിന്റെ സെക്രട്ടറി. വോൾഫ്ഗാങ് പൗളി ദ്രവ്യത്തിന്റെ ഘടനകളെക്കുറിച്ചുള്ള സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമായ പിൻ തിയറിയുടെ ഭാഗമായ കണ്ടെത്തലുകൾ നടത്തിയ 1945 നോബൽ ജേതാവ് കൂടിയാണ് ഓസ്ട്രിയൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റായ വോൾഫ്ഗാങ് പൗളി. പൗളിക്ക് ഫിസിക്സ് കൂടാതെ സൈക്കോളജിയിലും താല്പര്യമുണ്ടായിരുന്നു. അർണോൾഡ് സോമർഫീൽഡിന്റെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു പൗളി. മാക്സ് ബോണിന്റെ സ്റ്റുഡന്റുമായിരുന്നു. വേർണർ ഹെയ്സൻബർഗ് പഴയ ക്വാണ്ടം മെക്കാനിക്സ് നിയമങ്ങളെ മാറ്റി എഴുതി മെട്രിക്സ് അടിസ്ഥാനമാക്കിയ പുതിയ ക്വാണ്ടം മെക്കാനിക്സ് നിയമങ്ങൾ കൊണ്ടുവന്നവരിൽ പ്രധാനിയാണ് ജർമ്മൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റായ ഹെയ്സൻബർഗ്. 1932 നോബൽ ജേതാവ് കൂടിയാണ് മാക്സ് ബോണിന്റെയും നിൽസ് ബോറിന്റെയും സ്റ്റുഡന്റായ ഹെയ്സൻബർഗ്. റോൾഫ് ഹവാർഡ് ഫൗളർ 1ാം ലോക മഹായുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വീണ്ടും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നതോടെ ആന്റി എയർക്രാഫ്റ്റ് ബാലിസ്റ്റിക്കിലും പിന്നിംഗ് ഷെല്ലുകളുടെ എയ്റോഡൈനാമിക്സിലുമൊക്കെ പഠനങ്ങൾ നടത്തിയ ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിസിസ്റ്റാണ് ഫൗളർ. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറും ഹോമി ജെ ഭാഭയും ഫൗളറിന്റെ ഗവേഷക വിദ്യാർത്ഥികളായിരുന്നു. ലിയോൺ നിക്കോളാസ് ബ്രില്ലോയിൻ സോളിഡ് വസ്തുക്കളുടെ ഇലക്ട്രോണിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ബ്രില്ലോയിൻ സോൺ എന്ന സോളിഡ് സ്റ്റേറ്റിലെ ആശയത്തിലെ സൃഷ്ടാവാണ് ഫ്രഞ്ച് ഫിസിസിസ്റ്റായ ബ്രില്ലോയിൻ. പീറ്റർ ഡീബെ സ്പെസിഫിക് ഹീറ്റുമായി ബന്ധപ്പെട്ട ഐൻസ്റ്റീൻ തിയറികളെ താഴ്ന്ന ടെമ്പറേച്ചറിൽ സോളിഡ് വസ്തുക്കളുടെ ഹീറ്റ് കപ്പാസിറ്റി വിശദീകരിക്കുന്ന രീതിയിലേക്ക് മോഡിഫൈ ചെയ്തത് ഡീബെയാണ്. ഡച്ച് കെമിസ്റ്റായിരുന്ന ഡീബെ 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പരക്കുകയും ശേഷം ഡച്ച് ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ നുട്സൻ താഴ്ന്ന മർദ്ദത്തിലുള്ള വാതകങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിരുന്ന ഡെൻമാർക്കുകാരൻ ഫിസിസിസ്റ്റ് ആയിരുന്നു നുട്സൻ. വില്യം ലോറൻസ് ബ്രാഗ്
എക്സ്റേ ഡിഫ്രാക്ഷനായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിരുന്ന ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആയിരുന്നു ബ്രാഗ്. 1915 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം നേടുമ്പോൾ 25 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. നോബൽ സമ്മാനം ലഭിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയാണ് ബ്രാഗ്. ജെ തോംസന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം. ഹെൻറിക് ആന്റണി ക്രെമേഴ്സ്. ക്വാണ്ടം മെക്കാനിക്സിലും അറ്റോമിക് തിയറികളിലും നീൽസ് ബോറിന്റെ കൂടെ വർക്കുകൾ ചെയ്തിട്ടുള്ള നെതർലൻഡുകാരനായ ഫിസിസിസ്റ്റ് ആണ് ക്രെമേഴ്സ്. നീൽസ് ബോറും പോൾ എറൻഫെസ്റ്റുമായിരുന്നു ക്രെമേഴ്സിന്റെ ഡോക്ടറൽ അഡ്വൈസേഴ്സ്. പോൾ ഡിറാക്. ഫെർമിയോണിന്റെ സ്വഭാവം വിശദീകരിക്കുന്ന സമവാക്യം ഉണ്ടാക്കിയ ആന്റി മാറ്ററിന്റെ സാന്നിധ്യം ആദ്യമായി പ്രവചിച്ചതിൽ പ്രധാനിയും ഡിറാക്കാണ്. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് കൃത്യതയാർന്ന ക്ലാസുകളും പ്രസംഗങ്ങളും ഡിറാക്കിന്റെ പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസുകൾ മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾ നന്നായി പാടുപെട്ടിരുന്നു. 1933 ഫിസിക്സ് നോബൽ ജേതാവാണ് ഇംഗ്ലീഷുകാരനായ ഡിറാക്. ആർതർ കോംപ്റ്റൺ. പ്രകാശത്തിന് കണികാ സ്വഭാവം ഉണ്ടെന്ന കണ്ടെത്തലിലൂടെ പ്രകാശത്തിന്റെ ക്വാണ്ടം സ്വഭാവം വിശദീകരിക്കുന്ന കോംപ്റ്റൺ എഫക്റ്റ് കണ്ടെത്തിയ അമേരിക്കൻ ഫിസിസിസ്റ്റ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കാനഡയുടെയും യുകെയുടെയും സഹായത്തോടെ അമേരിക്ക നടത്തിയ ന്യൂക്ലിയർ ആയുധങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമായ മാൻഹാട്ടൻ പ്രോജക്റ്റിൽ കോംപ്റ്റണും ഒരു പ്രധാനിയായിരുന്നു. ലൂയി ഡി ബ്രോഗ്ലി. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം പ്രവചിച്ച ഫ്രഞ്ച് ഫിസിസിസ്റ്റ്. അതിന് അദ്ദേഹത്തിന് 1929 നോബൽ സമ്മാനവും കിട്ടി. മാക്സ് ബോൺ. ക്വാണ്ടം മെക്കാനിക്സിലെ വേവ് ഫംഗ്ഷന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശദീകരണം തരുന്ന ബോൺ റൂളിന്റെ ഉപജ്ഞാതാവ്. ജൂതനായതുകൊണ്ട് നാസി ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്ത് ബ്രിട്ടനിൽ എത്തിപ്പെട്ട ഐൻസ്റ്റീന്റെ ഉറ്റ ചങ്ങാതിയുമായിരുന്നു ബോൺ. ഇവർ പരസ്പരം എഴുതിയിരുന്ന കത്തുകൾ ഐൻസ്റ്റീൻ ബോൺ ലെറ്റേഴ്സ് വളരെ പ്രശസ്തമാണ്. 1954 നോബൽ സമ്മാന ജേതാവുമായ ബോണിന്റെ അധ്യാപകരിൽ ജെ തോംസണും ജോസഫ് ലാമറും കാൾ ഷ്വാർസ്ചൈൽഡും ഉൾപ്പെടുന്നു. റോബർട്ട് ഓപ്പൺഹൈമർ, ഫ്രെഡറിക് ഹണ്ട്, മരിയ മെയർ എന്നിവരൊക്കെ ബോണിന്റെ ഗവേഷക വിദ്യാർത്ഥികളായിരുന്നു. നീൽസ് ബോർ. ക്വാണ്ടൈസ്ഡ് എനർജി ലെവലുകളുടെ അടിസ്ഥാനത്തിൽ ആറ്റം മോഡൽ വികസിപ്പിച്ച ഡെൻമാർക്കുകാരനായ ഫിസിസിസ്റ്റാണ് ബോർ. യുഎസിന്റെ മാൻഹാട്ടൻ പ്രോജക്റ്റിൽ ബോറും ഉണ്ടായിരുന്നു. 5ാമത്തെ സോൾവേ കോൺഫറൻസിൽ ബോറും ഐൻസ്റ്റീനും തമ്മിൽ തോട്ട് എക്സ്പെരിമെന്റ്സിന്റെ ബേസിൽ നടന്ന സംവാദങ്ങൾ വളരെ പ്രശസ്തമാണ്. 1922 ഫിസിക്സ് നോബൽ ജേതാവ് കൂടിയാണ് ബോർ. ഇർവിംഗ് ലാങ്മോർ. അമേരിക്കക്കാരനായ ലാങ്മോർ ഒരു രസതന്ത്രജ്ഞനായിരുന്നതിനോടൊപ്പം ഒരു അറ്റ്മോസ്ഫറിക് സയന്റിസ്റ്റ് കൂടിയായിരുന്നു. കൃത്രിമമായി മഴ പെയ്യിക്കുന്ന ക്ലൗഡ് സീഡിംഗ് എന്ന ടെക്നിക്കിന്റെ പിന്നിലെ പ്രധാനിയുമായിരുന്നു. 1932 കെമിസ്ട്രിയിലെ നോബൽ സമ്മാനം ലാങ്മോറിനായിരുന്നു. സോൾവേ കോൺഫറൻസിൽ പങ്കെടുക്കണമെങ്കിൽ ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കണം എന്നാണ്. എന്നാൽ ലാങ്മോർ അതേ ദിവസങ്ങളിൽ യൂറോപ്പ് വഴി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ഗസ്റ്റ് ആയിട്ടാണ് പങ്കെടുത്തത്. മാക്സ് പ്ലാങ്ക്. ജർമ്മൻ തിയറട്ടിക്കൽ ഫിസിസിസ്റ്റ്. 1918 ഫിസിക്സ് നോബൽ ജേതാവ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒപ്പം ഇടയ്ക്കിടെ ചേംബർ മ്യൂസിക് ചെയ്തിരുന്ന ഒരു പിയാനിസ്റ്റ് കൂടിയായിരുന്നു മാക്സ് പ്ലാങ്ക്. മേരി ക്യൂറി. 1903 ഫിസിക്സിലെയും 1911 കെമിസ്ട്രിയിലെയും നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധക്കളത്തിലെ ഫ്രഞ്ച് സർജന്മാരെ സഹായിക്കുവാൻ സഞ്ചരിക്കുന്ന എക്സ്റേ യൂണിറ്റുകൾ ഉണ്ടാക്കിയ ഒരു വാർ ഹീറോ കൂടിയാണ് മേരി ക്യൂറി. ലിറ്റിൽ ക്യൂറീസ് എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിലെ സർബോൺ യൂണിവേഴ്സിറ്റിയിലെ ആദ്യ വനിതാ പ്രൊഫസറായിരുന്നു മേരി ക്യൂറി. ഹെൻറിക് ലോറൻസ്. ഐൻസ്റ്റൈന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നായ ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ ഉപജ്ഞാതാവും 1902 നോബൽ സമ്മാന ജേതാവുമാണ് നെതർലൻഡുകാരനായ ലോറൻസ്. ഇപ്പോഴത്തെ യുനെസ്കോയുടെ തുടക്കമായിരുന്ന ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ഇന്റലക്ച്വൽ കോപ്പറേഷന്റെ പ്രധാനിയുമായിരുന്നു ലോറൻസ്. 1911 ഒന്നാമത്തെ സോൾവേ കോൺഫറൻസ് മുതൽ തുടർച്ചയായി 1927 5ാമത്തെ സോൾവേ കോൺഫറൻസ് വരെ ലോറൻസ് ആയിരുന്നു ഓർഗനൈസറും അധ്യക്ഷനും. ആൽബർട്ട് ഐൻസ്റ്റീൻ. 1921 നോബൽ സമ്മാന ജേതാവായ ജർമ്മൻ ഫിസിസിസ്റ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് സ്വിസ് പേറ്റന്റ് ഓഫീസിലെ പേറ്റന്റ് എക്സാമിനറായി ജോലി ചെയ്തിട്ടുണ്ട് ഐൻസ്റ്റീൻ. 1952 ഇസ്രയേലിന്റെ പ്രസിഡന്റ് ആകുവാനുള്ള ഓഫറും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു സമാധാന ദൂതനായിരുന്നിട്ടും നാസി ജർമ്മനിക്കെതിരെ അറ്റോമിക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ചരിത്രങ്ങൾ പറയുന്നു. പോൾ ലാൻച്ച്മാൻ. ഫാസിസത്തിനെതിരെ തുറന്നടിച്ചതിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഫ്രഞ്ച് ഫിസിസിസ്റ്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സബ്മറൈൻസിനെ കണ്ടെത്തുവാൻ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള മാർഗങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ സോണാർ ടെക്നോളജിയുടെ അടിസ്ഥാനം അതാണ്. ചാൾസ് യൂജീൻ ഗൈ. മോളിക്കുലാർ ഫിസിക്സിലെ പ്രശസ്തനായ സ്വിസ് ഫിസിസിസ്റ്റ് ആയിരുന്നു ഗൈ. ബുദ്ധിമുട്ടേറിയ ശാസ്ത്ര ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ഹെൻറി പോയിൻകറിന്റെ ശിഷ്യനും കൂടിയായിരുന്നു ഗൈ. ചാൾസ് തോമസ് റീസ് വിൽസൺ. അയോണിക് കണങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്ലൗഡ് ചേംബർ വികസിപ്പിച്ച സ്കോട്ടിഷ് ഫിസിസിസ്റ്റും അന്തരീക്ഷ ശാസ്ത്രജ്ഞനുമായിരുന്നു വിൽസൺ. അന്തരീക്ഷത്തിന്റെ ഇലക്ട്രിക് സ്വഭാവം മുൻനിർത്തി ഇടിമിന്നലുകളെക്കുറിച്ചും മഴയെക്കുറിച്ചുമുള്ള പഠനവും അദ്ദേഹം നടത്തിയിരുന്നു. 1927 നോബൽ പ്രൈസ് കിട്ടിയ വിൽസന്റെ ഡോക്ടറൽ സൂപ്പർവൈസർ ജെ തോംസൺ ആയിരുന്നു. സർ ഓവൻ വിൽസൺ റിച്ചാർഡ്സൺ. ചൂടായ ഒരു പ്രതലത്തിൽ നിന്നും ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നതിനെ വിശദീകരിക്കുന്ന റിച്ചാർഡ്സൺസ് ലോ ഇദ്ദേഹത്തിൻ്റെതാണ്. 1928 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ച റിച്ചാർഡ്സൺ ജെ തോംസന്റെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു. ഇത്രയധികം ലോകത്തെ മാറ്റിമറിച്ച ആളുകളുള്ള മറ്റൊരു ഫോട്ടോ ഉണ്ടോ എന്നത് സംശയമാണ്. ഫോട്ടോയിലുള്ള 29 പേർക്കും സ്വന്തമായി വിക്കിപീഡിയ പേജ് ഉണ്ടെന്നറിയുമ്പോൾ തന്നെ ഫോട്ടോയുടെ മഹത്വം മനസ്സിലാകും. ആരൊക്കെയാണ് ഈ ഫോട്ടോയിൽ ഇല്ലാത്തത്?
3 പേരാണ് ഈ ചിത്രത്തിൽ ഇല്ലാതിരുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ കളേർഡ് ഫോട്ടോയോ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഫോട്ടോയോ ആണ്. എന്നാൽ ഒറിജിനൽ ചിത്രത്തിന്റെ അടിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരും വരാതിരുന്നവരുടെ പേരുകളും ചേർത്തിട്ടുണ്ട്. സർ വില്യം ഹെൻറി ബ്രാഗ്. മകൻ വില്യം ലോറൻസ് ബ്രാഗ് കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു എങ്കിൽ കൂടി അച്ഛനായ വില്യം ഹെൻറി ബ്രാഗ് അന്ന് പങ്കെടുത്തിരുന്നില്ല. ഹെൻറി അലക്സാണ്ട്രെ ഡെസ്ലാൻഡേഴ്സ് ഫ്രഞ്ച് അസ്ട്രോണമർ ആയിരുന്ന സോളാർ സ്പെക്ട്രയിലും സ്റ്റെല്ലാർ സ്പെക്ട്രയിലും പഠനങ്ങൾ നടത്തിയിരുന്ന ഡെസ്ലാൻഡേഴ്സ് 5ാമത്തെ സോൾവേ കോൺഫറൻസ് മിസ് ചെയ്ത അടുത്തയാളാണ്. എഡ്മണ്ട് വാൻ ഓബൽ ബെൽജിയം ഗെന്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠനങ്ങൾ നടത്തിയ ബെൽജിയൻ ഫിസിസിസ്റ്റുമായിരുന്നു വാൻ ഓബൽ. അദ്ദേഹവും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടും അന്ന് പങ്കെടുത്തിരുന്നില്ല. എവിടെ വെച്ചാണ് ഈ ഫോട്ടോ എടുത്തത്? ലൈസി എമിൽ ജാക്മെയിൻ ഹൈസ്കൂളിന്റെ സെൻട്രൽ ബിൽഡിംഗ് ആണ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കെട്ടിടം. 1895 പണി തീർത്ത കെട്ടിടം തുടക്കത്തിൽ സോൾവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിയോളജി ആയിരുന്നു. എന്നാൽ 1922 മുതൽ ലൈസി എമിൽ ജാക്മെയിൻ ഹൈസ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് ഈ ഫോട്ടോ എടുത്തത്? ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇന്റർനാഷണൽ സോൾവേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്നത്തെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആയിരുന്ന ബെഞ്ചമിൻ കുപ്രിയാണ് ഈ പ്രശസ്തമായ ചിത്രം എടുത്തത്. 1911 1ാമത്തെ മുതൽ 1930 6ാമത്തെ ഫിസിക്സ് സോൾവേ കോൺഫറൻസ് വരെ കുപ്രിയായിരുന്നു ഫോട്ടോഗ്രാഫർ. ഇപ്പോഴും വളരെ ആക്റ്റീവായി തന്നെ സോൾവേ കോൺഫറൻസസ് നടക്കുന്നുണ്ട്. അവസാനമായി നടന്നത് 2023 മറ്റൊരു ഡീറ്റെയിലിംഗ് വീഡിയോയുമായി വീണ്ടും വരാം.